Hello everyone, welcome back to my channel. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഈ ഇഫ്താറിന് നിങ്ങൾക്ക് സിമ്പിളായി ഉണ്ടാക്കാൻ പറ്റുന്ന ഈ എഗ് ഫില്ലിങ്ങുമായിട്ടുള്ള സ്നാക്കിൻ്റെ റെസിപ്പിയുമായിട്ടാണ്. അപ്പോൾ നമുക്ക് ഈ സ്നാക്ക് എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. അതിനു വേണ്ടി ഞാനൊരു പാത്രം എടുത്ത് ഇതിലേക്ക് 2 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ 1 ടീസ്പൂൺ ഉപ്പ്, 2 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ച് ഇതിനെ തിളക്കാൻ വേണ്ടി വെക്കുന്നുണ്ട്. വെള്ളം നന്നായി തിളച്ച് വരുമ്പോൾ ഇതിലേക്ക് ഞാനൊരു 2 കപ്പ് ആട്ടപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിനെ നന്നായി ഒന്ന് മിക്സ് ചെയ്ത് ഒരു ഡോ പരുവത്തിലാക്കി എടുക്കാം. ഇതുപോലെ ആയി കഴിയുമ്പോൾ നമുക്കിതിനെ മാറ്റി വെക്കാം. എന്നിട്ട് നമുക്ക് എഗ് ഫില്ലിങ് ഉണ്ടാക്കിയെടുക്കാം. അതിനുവേണ്ടി ഞാനിവിടെ ഒരു പാത്രം എടുത്ത് ഇതിലേക്ക് ഞാനൊരു 4 ടേബിൾ സ്പൂണ് ഓയിൽ ഒഴിച്ച് ചൂടാക്കുന്നുണ്ട്. ഓയിലൊന്ന് ചൂടാകുമ്പോൾ ഇതിലേക്ക് ഞാനൊരു 3 സവാള ഇതുപോലെ അരിഞ്ഞത് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ 1 ടീസ്പൂണ് ഉപ്പിട്ട് നന്നായി ഒന്ന് ഇതിനെ സോട്ട് ചെയ്യുന്നുണ്ട്. സവാളയുടെ കളറൊക്കെ മാറുമ്പോൾ ഇതിലേക്ക് ഞാൻ 2 പച്ചമുളക് ഇതുപോലെ മുറിച്ചത് ഇട്ടുകൊടുത്തൊന്ന് മിക്സ് ചെയ്യുന്നുണ്ട്. ഇനി സവാളയൊക്കെ ഒന്ന് നല്ല സോഫ്റ്റായി വരുമ്പോൾ ഇതിലേക്ക് ഞാൻ 2 ടേബിൾ സ്പൂൺ ക്യാപ്സിക്കം, 1 ടീസ്പൂണ് വെളുത്തുള്ളിയും ഇഞ്ചിയും ചെറുതായി അരിഞ്ഞത് ചേർത്ത് ഞാനിതിനെ നന്നായി ഒന്ന് മിക്സ് ചെയ്യുന്നുണ്ട്. ഇനി ഇതിലേക്ക് ഞാനൊരു 1/4 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി, 1.5 ടീസ്പൂണ് മുളക് പൊടി, 1 ടീസ്പൂൺ ഗരം മസാല ഇതെല്ലാം ചേർത്ത് നമുക്ക് നന്നായി ഒന്ന് ഇതിനെ മിക്സ് ചെയ്തെടുക്കാം. നല്ലതുപോലെ മിക്സ് ചെയ്തതിന് ശേഷം ഞാൻ ഈ മസാലേനെ ഇതുപോലെ ഒന്ന് സൈഡിലേക്ക് ആക്കുന്നുണ്ട്. അങ്ങനെ ആക്കിയതിന് ശേഷം ഇതിലേക്ക് ഞാൻ 3 മുട്ട ഉടച്ചു കൂട്ടി ഇതുപോലെ ഇതിനെ ഞാൻ സ്ക്രാമ്പിൾ ചെയ്തെടുക്കുന്നുണ്ട്. എന്നിട്ട് ഈ മസാലയിലേക്ക് നമുക്ക് ഈ മുട്ടേനെ നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഞാൻ 1/2 ടീസ്പൂണ് കുരുമുളക് പൊടി ചേർത്ത് നന്നായി ഒന്ന് ഇതിനെ മിക്സ് ചെയ്യുന്നുണ്ട്. ഇനി ഇതിലേക്ക് 1 ടീസ്പൂണ് കറിവേപ്പില, 1 ടീസ്പൂൺ മല്ലിയില, 1 ടീസ്പൂൺ പുതിനയില ചേർത്ത് ഇതിനൊന്ന് മിക്സ് ചെയ്ത് ഞാൻ ഈ ഫില്ലിങ്ങിന് എടുത്ത് മാറ്റുന്നുണ്ട്. ഇനി നമ്മൾ നേരത്തെ ഉണ്ടാക്കിയ ഡൗവിനെ കൈകൊണ്ട് ഇതുപോലെ ഞാനൊന്ന് കുഴച്ചെടുക്കുന്നുണ്ട്. ചൂടൊക്കെ ഒന്ന് ആറിയതിന് ശേഷമാണ് ഇങ്ങനെ കുഴച്ചെടുക്കുന്നത്. എന്നിട്ട് ഇതിൽ നിന്ന് ഞാൻ കുറച്ച് പോർഷൻ എടുത്ത് ഞാൻ ഇതിനൊന്ന് പരത്തിയെടുക്കുന്നുണ്ട്. തിന്നായി പരത്തിയെടുക്കണ്ട, കുറച്ചൊരു തിക്നെസ് വേണം. എന്നിട്ട് ഞാൻ ഇതുപോലുള്ള ഒരു മൂടി വെച്ചിട്ട് ഇതുപോലെ പ്രസ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ബാക്കി ഡൗവിനെ ഞാൻ എടുത്തിയെടുക്കുന്നുണ്ട്. ഇനി ഞാൻ കുറച്ച് വെള്ളം എടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതിൻ്റെ സൈഡ്സിലൊക്കെ ഇതുപോലെ വെള്ളമാക്കി കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതിൻ്റെ മറ്റേ സൈഡിലും ഇതുപോലെ ആക്കി കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമ്മൾ നേരത്തെ പ്രിപ്പയർ ചെയ്ത ഫില്ലിങ് ഇതുപോലെ മിഡിലേക്ക് ഞാൻ വെച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഈ ഒരു രീതിക്കാണ് ഞാൻ ഫോൾഡ് ചെയ്തെടുക്കുന്നുള്ളത്. നന്നായിട്ട് പ്രസ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണം. ഇതുപോലെ എല്ലാ സൈഡും നല്ലതുപോലെ പ്രസ് ചെയ്ത് കൊടുക്കാം. ഇനി ബാക്കിയുള്ളതിനും നമുക്ക് ഇതേപോലെ ആക്കിയെടുക്കാം. അങ്ങനെ ഇതാ ഞാൻ എല്ലാത്തിനും ആക്കി എടുത്തിട്ടുണ്ട്.
ഇനി ഞാൻ കുറച്ച് മൈദ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ച് വെള്ളം കൂട്ടിയിട്ട് ഒരു ലിക്വിഡ് പോലെ ആക്കി എടുക്കുന്നുണ്ട്. ഇനി നമ്മൾ ഉണ്ടാക്കിയത് മൈദയുടെ മിക്സ്ചറിൽ ഇതുപോലെ ഒന്ന് നന്നായി കവർ ചെയ്തെടുക്കാം. എന്നിട്ട് ബ്രെഡ് ക്രംസിലിട്ടിട്ട് നമുക്ക് നന്നായി ഒന്ന് ഇതിനെ കോട്ട് ചെയ്തെടുക്കാം. ഇതുപോലെ നമുക്ക് ബാക്കി എല്ലാത്തിനും ആക്കിയെടുക്കാം. എന്നിട്ട് നമുക്കിതിനെ ഫ്രൈ ചെയ്തെടുക്കാം. അതിനുവേണ്ടി ഞാൻ ഇവിടെ ഓയിൽ ചൂടാക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ടായിരുന്നു. ഓയിൽ ചൂടാവുമ്പോൾ നമ്മൾ ഉണ്ടാക്കിയത് ഓരോന്നായി ഇതുപോലെ ഇട്ട് കൊടുക്കാം. ഒരു സൈഡ് നല്ല ഫ്രൈ ആയി വരുമ്പോൾ ഞാനിതിനെ തിരിച്ചിട്ട് മറ്റേ സൈഡും ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട്. അങ്ങനെ രണ്ട് സൈഡും നല്ല ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി ഇതിനെ ഞാൻ ഓയിലിൽ നിന്ന് എടുത്ത് മാറ്റുന്നുണ്ട്. അപ്പോൾ നമ്മൾ സിമ്പിളായ ഈ സ്നാക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഈ ഇഫ്താറിന് ഇത് തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കണേ. ട്രൈ ചെയ്ത് നിങ്ങളുടെ ഫീഡ്ബാക്ക് കമൻസിലൂടെ എന്നെ അറിയിക്കാൻ മറക്കല്ലേ. എന്നത്തെയും പോലെ എൻ്റെ ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായി ഞാൻ വരുന്നവരേക്കും ഗുഡ് ബൈ.